ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ മുക്കൂറ്റിനെ കുറിച്ചാണ്. അപ്പോൾ മുക്കൂറ്റിയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മുക്കൂറ്റി ഇതാണ് നമ്മുടെ മുക്കൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കാണും, നാട്ടിൻപുറങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ മുക്കൂറ്റി. ചില സ്ഥലങ്ങളിൽ ഇതിനെ നിലന്തെങ്ങ് എന്നൊക്കെ പറഞ്ഞ പേരിൽ അറിയപ്പെടും. അപ്പോൾ ഈ മുക്കൂറ്റിയുടെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ ഇത് സമൂലം അരച്ചെടുത്തതിന് ശേഷം ശർക്കരയിൽ ഇഞ്ചിനീരും ചേർത്ത് ലേഹ്യം ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമയൊക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് ആർത്തവ രക്തം അമിതമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ മുക്കൂറ്റി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചെടുക്കുക. അതിരാവിലെ തന്നെ ഇത് വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുമയൊക്കെ മാറുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് വയറിളക്കം ഛർദിയൊക്കെ പിടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുക്കൂറ്റി തന്നെ ഇതിൻ്റെ ഇലകൾ മാത്രം അടത്തിയെടുക്കുക. ഈ ഇലകൾ മാത്രം അടത്തിയെടുത്തതിന് ശേഷം അരച്ച് മോരിൽ കലക്കി കുടിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഛർദി, വയറിളക്കം, കോളറ അങ്ങനെയൊക്കെ പിടിപെടുന്നുണ്ടെങ്കിൽ തന്നെ മാറാൻ നല്ലതായിരിക്കും. അപ്പോൾ ഈ മുക്കൂറ്റി എന്ന് പറയുന്ന സാധനത്തിന് അനേകം ഗുണങ്ങളുണ്ട്. ഒന്ന് ഫൈബ്രോയിഡ് തടിപ്പുകൾ, ഗർഭാശയത്തിലെ മുഴകൾ വരെ വറ്റിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുക്കൂറ്റി പൂവാങ്കുരുന്നൽ, ഇതാണ് പൂവാങ്കുരുന്നൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ കാണപ്പെടുന്നതാണ് ഈ പൂവാങ്കുരുന്നൽ. അപ്പോൾ ഈ മുക്കൂറ്റി ഒരു 1-2 കട മുക്കൂറ്റി സമൂലം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 3 കട പൂവാങ്കുരുന്നൽ എടുത്തിട്ട് അരച്ചിട്ട് നമുക്ക് അതിരാവിലെ കഴിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ വലിയ മുഴകൾ, വയറ്റിലെ മുഴകളുണ്ടെങ്കിൽ മാറിക്കിട്ടും. അതുപോലെ തന്നെ ക്ഷീണം മാറാൻ നല്ലതാണിത്. അതിരാവിലെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുക്കൂറ്റി ഈ പൂവാങ്കുരുന്നലും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അനേകം രോഗങ്ങൾക്ക് നല്ലതാണ്. ഇനി ഈ മുക്കൂറ്റി തന്നെ നമുക്ക് സമൂലം, ഇപ്പോൾ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾക്ക് മുലപ്പാലില്ല, അപ്പോൾ വയറ് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് പഴയ കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുക്കൂറ്റി അരച്ച് ലേഹ്യം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ലേഹ്യം ഉണ്ടാക്കാനും അനേക ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണത്. അപ്പോൾ ഈ ഔഷധ ചെടിയെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ഇത് വീട്ടിലേക്ക് നട്ട് വളർത്താൻ നമുക്കൊരു അത്യാവശ്യമുള്ളൊരു ഘടകമാണത്. അപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇനി ഇത് തന്നെ ഇതിൻ്റെ പ്രയോഗം തന്നെ വേറെ രീതിയിലുണ്ട്. ഇത് സമൂലം കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം പൗഡറായിട്ട് ഇത് ഉപയോഗിക്കാമെങ്കിൽ, വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാമെങ്കിലും നിങ്ങൾക്ക് അനേകം രോഗങ്ങൾക്കും അതുപോലെ വേരിക്കോസ് വെയിൻ, കാലിൽ വേരിക്കോസ് വെയിൻ വരുന്നതിനും പിന്നെ ശരീരത്തിലുള്ള ക്ഷീണങ്ങളൊക്കെ മാറ്റാനും രക്തം ശുദ്ധീകരിക്കാനൊക്കെ മുക്കൂറ്റിക്ക് ഒരുപാട് കഴിവുണ്ട്. അപ്പം നന്ദി, നമസ്കാരം. ഇതുപോലെ പുതിയൊരു വീഡിയോയിലോട്ട് വരുമ്പോഴേ ബ്രേക്ക്.